നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളുടെ ആൻസർ കീ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് PDF ഒക്കെ വാങ്ങി പഠിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആൻസർ കീ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും, കൂടുതൽ വിവരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ മുന്നോട്ടേക്ക് ഡൽഹി പോലീസിൻ്റെ മറ്റുള്ള പരീക്ഷകൾ, ചുരുക്കം പരീക്ഷകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ SSCൻ്റെ MTS നടക്കാൻ പോകുന്നുണ്ട്. MTS അതുപോലെ തന്നെ SSC GD നടക്കാനായിട്ട് പോകുന്നുണ്ട്. SSCൻ്റെ GD പോസ്റ്റിലേക്കുള്ള പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതിനൊക്കെ പഠിക്കാൻ സഹായപ്രദമായിട്ടുള്ള PDF-ഉം അതുപോലെ തന്നെ 2000 GK നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ടീം തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കുക. ഇവിടെ നിങ്ങൾക്കൊരു അപ്ഡേറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഡൽഹി പോലീസിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എക്സാമിനേഷൻ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 18/12/2025 മുതൽ 6/1/2026 വരെയുള്ള ടേമിലായിരുന്നു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ടുള്ള സമയം ഇവിടെ നമ്മുടെ റെസ്പോൺസ് ഷീറ്റും ആ കാര്യങ്ങളും ആൻസർ കീ നെഗറ്റീവ് ആൻസർ കീയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് 13/1/2026 വൈകുന്നേരം 6 മണി മുതൽ 16/1/2026 വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക. ടൈം കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. വീഡിയോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കീ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ റെസ്പോൺസ് ഷീറ്റ്, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചോദ്യം കണ്ടു, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കൊടുത്തത് ശരിയാണ്, പക്ഷേ ആ ഒരു ആൻസർ കീയിൽ അത് തെറ്റായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് ആരാന്നുള്ളൊരു ചോദ്യമാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് 100% ഉറപ്പാണ് ദ്രൗപദി മുർമു ആണെന്ന്, കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ അതിലത് തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ശരിയാണെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് അടച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിന് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാണിച്ചത് തെറ്റാണ്, എനിക്ക് എൻ്റെ മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇതിന് എത്രയാണോ നിങ്ങൾക്ക് മാർക്ക് വേണ്ടത്, അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ തെറ്റായിട്ടാണല്ലോ ഇപ്പോൾ നിലവിൽ കാണിച്ചത്. അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് മാർക്ക് കുറവുണ്ടാവുമല്ലോ, ആ മാർക്ക് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് അഡീഷണൽ ആയിട്ട് കയറ്റിയിട്ടായിരിക്കും ഫൈനൽ ആൻസർ കീ വരുന്നത്. അതെല്ലാവർക്കും അതുപോലെ തന്നെ ബാധകമാവും, മറ്റുള്ളവർക്കും അതുപോലെ തന്നെ വരുന്നതായിരിക്കും. ജസ്റ്റ് ഉദാഹരണത്തിന് പറഞ്ഞാണ് കേട്ടോ. ഇനി വേറൊരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇതേ ചോദ്യം നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് തന്നെയാണ് ആൻസർ എന്ന്, പക്ഷേ നിങ്ങൾ റെസ്പോൺസ് ചെയ്ത സമയത്ത് എന്താണ് അത് ആൻസർ അല്ല, നിങ്ങളുടെ പൈസ പോകുന്നല്ലാണ്ട് അവിടെ ആൻസർ തിരുത്തുകയോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഉറപ്പുള്ളത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻസർ കീ ഒബ്ജക്ഷൻ റൈസിംഗ് ഒക്കെ വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. വെബ്സൈറ്റ് കയറി ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ, അതായത് നമ്മുടെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ തന്നെ കൊടുത്തതാണ്, പക്ഷേ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല. എങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻസർ കീ എന്ന് വന്ന് കിടക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇററാണ്, കാരണം എക്സാം എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ്. എനിവേ ഇവിടെ ഒരു പേജ് വരും. ആ ഒരു പേജിൻ്റെ താഴെയായിട്ടൊരു ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ കീ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.